ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഒരു നെയ്മീൻ കിട്ടി. അപ്പോൾ ആ നെയ്മീൻ നല്ല വലുതായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ കറി വയ്ക്കുകയും അനദർ പോർഷൻ പൊരിക്കാമെന്ന് കരുതി കേട്ടോ. അതിനെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി. വലിയൊരു മീനായിരുന്നു. ഇതായിരുന്നു ആ നെയ്മീൻ. നല്ല ഫ്രഷായിട്ട് കടപ്പുറത്ത് നിന്ന് വാങ്ങിയ ഒരു നെയ്മീനാണിത്. ഇതിന് രണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ കറി വെച്ചു, തല കറി വെച്ചു, ബാക്കിയൊക്കെ ഫ്രൈ ചെയ്തു. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ശകലം ഗരം മസാലവും കൂടെ ചേർത്താണ് ഞാനിത് മിക്സ് ചെയ്തത്. ഇത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. ഇതിൻ്റെ കൂടെ ശകലം കരിവേപ്പില കൂടെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ല സ്വാദും കിട്ടും, നല്ലതുമാണ്. ഈ നെയ്മീനിലാണെങ്കിൽ ഒമേഗ 3യും ഫാറ്റി ആസിഡ്സും ഉണ്ട്. ശകലം ഇത്തിരി വില കൂടുതലാണെങ്കിലും നമുക്ക് ഇത് കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഒരു വശം വെന്ത് ഇനി നമുക്ക് തിരിച്ചിടാം. കാണുമ്പോൾ തന്നെ നല്ല കൊതിയാകുന്നു അല്ലേ? വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ ഫിഷ് ഫ്രൈ. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിതിനെ പൊരിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ഒരിക്കൽ കൂടെ തിരിച്ചും മറിച്ചിട്ട് ഒരിക്കൽ കൂടെ ഇതിനെ പൊരിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ആ നെയ്മീനിൻ്റെ തല ഞാൻ കറി വെച്ചു. നമ്മൾ സാധാരണ മീൻ കറി വയ്ക്കുമല്ലോ, അതുപോലെയാണ് ഞാൻ തല കറി വെച്ചത്. അതിൻ്റെ നടുക്കുള്ള എല്ലുണ്ടല്ലോ, അതുകൂടെ ഞാൻ പൊരിച്ച് ഈ മീൻ കറിയിൽ ചേർത്ത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇതുപോലെ നെയ്മീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. Thanks for watching.